1925 ക്രിസ്തുരാജത്വ തിരുനാൾ വർഷം. ദൈവനിഷേധത്തിൻ്റെയും യുദ്ധങ്ങളുടെയും സംസ്കാരങ്ങൾ ഉയർന്ന സാഹചര്യമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നാം കാണുക. മനുഷ്യൻ ദൈവവിശ്വാസത്തിൽ നിന്നകന്നതിൻ്റെ ഫലമായി സമാധാനമില്ലാത്ത അവസ്ഥകളിലൂടെ അവന് കടന്നു പോകേണ്ടി വന്നു. അരാജകത്വത്തിൻ്റെ ഈ നാളുകൾക്ക് ഏകപരിഹാരം ക്രിസ്തുവിൻ്റെ രാജത്വത്തെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണെന്ന് പരിശുദ്ധാത്മനിവേശനത്താൽ തിരിച്ചറിഞ്ഞ പിയൂസ് 11-ാമൻ പാപ്പ 1925 ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ പ്രഖ്യാപിച്ചു. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും ഭരിക്കുമ്പോഴാണ് ഭയം മാറി നാം ധൈര്യശാലികളും സ്വാതന്ത്ര്യമുള്ളവരുമായി തീരുകയുള്ളൂ. ഈ യാഥാർത്ഥ്യത്തെയാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലോക നേതാക്കൾ ക്രിസ്തുവിന് ബഹുമാനം നൽകുമ്പോഴാണ് ലോക സമാധാനം സംജാതമാകുകയുള്ളൂ. ആയതിനാൽ ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ രാജാവാകേണ്ടതാണ്. സ്വാർത്ഥതയുടെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവെക്കപ്പെടുമ്പോഴാണ് ദൈവരാജ്യം രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ലോകരക്ഷകനായി പിറന്നവൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട രാജകുടുംബാംഗമായ യേശു തന്നെയായിരുന്നു. പൂജരാജാക്കന്മാർ അന്വേഷിച്ചിറങ്ങിയതും രാജകുടുംബത്തിൽ ജനിച്ച ആ ശിശുവിനെയായിരുന്നു. യേശുവിൻ്റെ ജെറൂസലേം പ്രവേശനത്തിൽ ജനം വിളിച്ചു പറഞ്ഞത് ഇസ്രായേലിൻ്റെ രാജാവായവൻ വാഴ്ത്തപ്പെട്ടവനെന്നാണ്. ഈ സംഭവങ്ങളിലൂടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു
രാജാവാണെന്ന് കൂടിയാണ്. ഈ രാജാവിനെ സ്തുതിക്കാനും ഏറ്റുപറയാനും അവൻ്റെ ആധിപത്യത്തിന് നമ്മെ സമർപ്പിക്കാനും നാം തയ്യാറാകുമ്പോൾ സമാധാനവും കരുണയും സ്നേഹവും നന്മയും നിറഞ്ഞ വ്യക്തികളായും സമൂഹമായും നാം രൂപാന്തരപ്പെടും. നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യവും അത് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന യേശുവിന്റെ മറുപടിയും യേശു രാജാവാണെന്നതിന്റെ തെളിവായി ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ യഹൂദന്മാർ പ്രതീക്ഷിച്ച ഒരു രാജാവായിരുന്നില്ല ക്രിസ്തു. ഈ രാജാവിനെ സ്തുതിക്കാനും ഏറ്റുപറയാനും അവൻ്റെ ആധിപത്യത്തിന് നമ്മെ സമർപ്പിക്കാനും നാം തയ്യാറാകുമ്പോൾ സമാധാനവും കരുണയും സ്നേഹവും നന്മയും നിറഞ്ഞ വ്യക്തികളായും സമൂഹമായും നാം രൂപാന്തരപ്പെടും. ഈ തിരുനാൾ അതിനായി നമ്മെ പ്രചോദിപ്പിക്കുന്നു. കോഴിക്കോട് രൂപതയിലെ ഹോളി റെഡീമർ ദേവാലയത്തിലെ വിശ്വാസികൾ ഈ സത്യത്തെ ഏറ്റുപറയുന്നത് എത്രയോ വിശ്വാസ തീഷ്ണതയോടെയാണ്. ഇവർ ഉയർത്തുന്ന ക്രിസ്തുരാജനുള്ള ജയ്വിളികൾ ക്രിസ്തുരാജത്വത്തെ പ്രഘോഷിക്കാൻ നമുക്കും പ്രചോദനമാകട്ടെ. ലോകം മുഴുവൻ ക്രിസ്തു സന്ദേശം പരത്തുന്നവരാകുവാൻ ഈ പ്രഘോഷണ റാലി നമ്മെ പ്രേരിപ്പിക്കട്ടെ. ക്രിസ്തുരാജന് ലോകം മുഴുവൻ ആരാധനാ ഗീതങ്ങൾ ഉയർത്തുവാൻ ഈ കൂട്ടായ്മ നമുക്കും മാതൃകയാവട്ടെ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. യെരൂശലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രാജാധിരാജനായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ മക്കളായ നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുരാജൻ്റെ നാമത്താൽ ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന സകലവിധ അസ്വസ്ഥതകളും സകല ബന്ധനങ്ങളും വിട്ടുപോകട്ടെ എന്നും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുഞ്ഞുനാളിൽ നാം പഠിച്ച ശിബി മഹാരാജാവിൻ്റെ കഥയാണ്. ശിബി മഹാരാജാവ് നീതിമാനും
ജനങ്ങളോട് കരുണയുള്ളവനും ദയയുള്ളവനുമായിരുന്നുവെന്നാണ് പുരാണം പഠിപ്പിക്കുന്നത്. ഈ ശിബിർ മഹാരാജാവിൻ്റെ ആ ഭരണത്തില് ദേവന്മാര് അസൂയ പൂണ്ടത്രേ. പ്രത്യേകിച്ച് ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രന് ശിബി മഹാരാജാവ് ഇങ്ങനെ നന്നായിട്ട് ജനങ്ങളെ ഭരിക്കുന്നതിൽ അസൂയ പൂണ്ട് മഹാവിഷ്ണുവിനോട് അദ്ദേഹം പരാതി പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ശിബി മഹാരാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ദേവേന്ദ്രൻ ഒരു പ്രാവിൻ്റെ രൂപം കൈവരിക്കുകയും മഹാവിഷ്ണു പരുന്തിൻ്റെ രൂപം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രാവ് ജീവന് വേണ്ടി ഓടി വന്ന് ശിബി മഹാരാജാവിൻ്റെ മടിയിലേക്ക് വീഴുകയാണ്. പ്രാവിനെ തിന്നുന്നതിന് വേണ്ടി പരുന്തും ഓടിയടുക്കുകയാണ്. ഉടനെ തന്നെ ശിബി മഹാരാജാവ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ പരുന്ത് പറഞ്ഞു, ശിബി മഹാരാജാവെ, അങ്ങ് ചെയ്യുന്നത് ഒട്ടും നീതിയുള്ളതല്ല. ഈ പ്രാവ് എൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ ഈ പ്രാവിനെ എനിക്ക് വിട്ടുതരണം. ഉടനെ ശിബി മഹാരാജാവ് പറഞ്ഞു, നോക്ക്, എൻ്റെ അടുത്ത് അഭയം തേടി വന്ന ഈ പ്രാവിൻ്റെ ജീവനെ ഞാൻ നിനക്ക് വിട്ടുതരികയില്ല. നിനക്ക് വേണ്ടത് ഭക്ഷണമല്ലേ, ഞാൻ നിനക്ക് ഭക്ഷണം തരാം. അങ്ങനെ ഈ പുരാണ കഥയിൽ പറയുകയാണ്, ശിബി മഹാരാജാവ് തൻ്റെ തൊടയിൽ നിന്ന് പ്രാവിൻ്റെ തൂക്കത്തിൽ മാംസം പറിച്ചെടുത്ത് പരുന്തിന് ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കേട്ടത് വെറുമൊരു കഥയാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ തൻ്റെ ശരീരം, തൻ്റെ രക്തം ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും കൊടുത്ത രാജാതിരാജനായ ക്രിസ്തുദേവന്റെ രാജ്യത്വ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. ഈ ലോകത്തിലെ സകലവിധ തിന്മകളെയും ബന്ധിക്കുവാനും പാപത്തെ ശാസിക്കുവാനും ലോകത്തിന് സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊടുക്കുവാൻ ഗാഗുൽത്ത മലയിൽ ചങ്കു കുത്തി തുറന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ യേശുക്രിസ്തുവെന്ന ആ രാജാവിൻ്റെ തിരുനാള് നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാള് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം, അവരുടെ യഥാർത്ഥ രാജാവ് യഹോവയാണ്. ദൈവം മാത്രമാണ് തങ്ങളുടെ രാജാവെന്ന് പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. ഫിലിസ്ത്യരുടെ ആക്രമണത്താൽ ഇസ്രായേൽ ജനം തകർന്ന് തരിപ്പണമായപ്പോൾ അവർ ദൈവത്തോട് വിലപിച്ചു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം, മറ്റ് ദേശക്കാരെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവമായ യഥാർത്ഥ രാജാവ് ഈ ജനത്തിൻ്റെ അപേക്ഷ കേട്ട് യാതൊരു മടിയും കൂടാതെ അവർക്ക് രാജാവിനെ കൊടുക്കുകയാണ്. 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില് 10-ാം അധ്യായങ്ങളിലൂടെ പിന്നീട് നാം വായിച്ചു കേൾക്കുന്നത്, കഴുതയെ അന്വേഷിച്ചു വന്ന സാവൂൾ എന്ന് പറയുന്ന വലിയ പൊക്കമുള്ള, ഇസ്രായേൽ ജനത്തില് അത്രയും പൊക്കമുള്ള വേറൊരാൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോയ കഴുതയെ അന്വേഷിച്ച് കാനാൻ ദേശത്ത് വന്ന സാവൂള്, ഇതേ സമയത്ത് സാമുവേൽ പ്രവാചകന് ദർശനമുണ്ടായി. ഇങ്ങനെ കഴുതയെ അന്വേഷിച്ച് വരുന്ന ഒരാളെ നീ തൈലാഭിഷേകം ചെയ്ത് രാജാവായിട്ട്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് തൈലാഭിഷേകം ചെയ്യണം. അങ്ങനെ കഴുതയെ അന്വേഷിച്ച് വന്ന സാവൂള് ഈ ദീർഘദർശിയായ സാമുവേൽ പ്രവാചകന്റെ അടുത്ത് വരികയാണ്. ഞാൻ ഒരു കഴുതയെ, നഷ്ടപ്പെട്ടു പോയ കഴുതയെ അന്വേഷിച്ചാണ് വന്നത്. എന്നാൽ സമയമൊന്നും കളയാതെ ദൈവം കൊടുത്ത ദർശനത്തിന്റെ ഫലമായി സാമുവേൽ പ്രവാചകൻ സാവൂളിനെ തൈലാഭിഷേകം കൊണ്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ മനുഷ്യരാജാവായി ഉയർത്തപ്പെട്ട സാവൂളിന്റെ ചരിത്രം നാം കാണുന്നത് ആദ്യകാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും അന്വേഷിച്ചെങ്കിലും പിന്നീട് പാപത്തിൽ അടിമപ്പെട്ട്
തിന്മകൾ കടിമപ്പെട്ട് അന്ധകാരത്തിന്റെ മകനായി സാവൂൾ മാറിയപ്പോൾ ആ രാജാവിനെ ദൈവം തിരസ്കരിക്കുകയാണ്. ആ തിരസ്കരിക്കലിന്റെ ഇടയിലാണ് ഇടയച്ചക്കനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് ഇസ്രയേലിന്റെ രാജാവായിട്ട് തെരഞ്ഞെടുക്കുന്നത്. സാവൂളിന്റെയും ദാവീദിന്റെയും രാജ്യത്വം കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ദാവീദ് മഹാരാജാവ് ആ നാട് വാണ കാലഘട്ടം ആ രാജ്യം ഒന്നുചേരുകയും വളരെ പ്രത്യേകിച്ച് ഇസ്രയേൽ ദേവാലയം പണിതുയർത്തപ്പെടുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ദാവീദ് മഹാരാജാവ് ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് യഥാർത്ഥ രാജാവിനെ അയച്ചപ്പോൾ ദാവീദ് മഹാരാജാവിന്റെ വംശത്തിൽ നിന്ന് തന്നെ ദൈവം ആ വംശത്തെ തന്നെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു രാജാവിനെയല്ല പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അവിടെ നസറത്ത് എന്ന പട്ടണത്തില് തച്ചനായ ഔസേപ്പിന്റെയും മറിയത്തിന്റെയും മകനായി വളർന്നു വന്ന കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമായി, സകല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് കടന്നു വരികയാണ്. പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? ഈശോ മറുപടി പറഞ്ഞു, അതെ, പക്ഷേ എൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ടും ഈ ലോകത്തിന്റെ നിയമങ്ങൾ കൊണ്ടും നിങ്ങൾ കരുതുന്ന രാജ്യത്വമല്ല. എൻ്റെ രാജ്യത്വം ഭൗമികമല്ല. എൻ്റെ രാജ്യത്വം ആത്മീയമാണ്, സ്വർഗീയമാണ്. ഈ ലോകത്തെ മരണത്തിൽ നിന്ന് തോൽപ്പിക്കാൻ, ഈ ലോകത്തെ നിരാശയിൽ നിന്ന് തോൽപ്പിക്കാൻ, ഈ ലോകത്തെ അന്ധകാര ശക്തികളിൽ തോൽപ്പിക്കാൻ, ഈ ലോകത്തിന്റെ ജനത്തിന്റെ സകലവിധ പ്രശ്നങ്ങൾക്കും ഉത്തരമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ഈശോ ദൈവം അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വെറും ഒരു രാജാവ് മാത്രമായിരുന്നില്ല, അവൻ പ്രവാചകനായിരുന്നു, അവൻ പുരോഹിതനായിരുന്നു. ആ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലും അവന്റെ പൗരോഹിത്യത്തിലും അവന്റെ പ്രവാചകത്വത്തിലും പങ്കുകാരാകാൻ വിളിക്കപ്പെട്ട രാജകീയ ജനമാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. നമുക്കൊരു രാജാവുണ്ട്. പിന്നെ നാം എന്തിനു ഭയപ്പെടണം? നാം എന്തിനു മരണത്തെ ഭയപ്പെടണം? നാം എന്തിനു രോഗത്തെ ഭയപ്പെടണം? നാം എന്തിന് അസ്വസ്ഥതകളെ ഭയപ്പെടണം? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു എന്ന രാജാവിന്റെ മുൻപില് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആത്മാവിനെ അടിയറ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നാം ഒരു കാര്യത്തിലും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. നമ്മുടെ മക്കളെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട, ഈ ലോകത്തിലെ തിന്മകളെ ഓർത്ത് ഭയപ്പെടേണ്ട. കാരണം നമ്മുടെ രാജാവ് നമുക്ക് വേണ്ടി ജനിച്ചവനാണ്, നമ്മുടെ രാജാവ് നമുക്ക് വേണ്ടി മരിച്ചവനാണ്, നമ്മുടെ രാജാവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ്. ആ രാജ്യത്വത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ദൈവീകമായ വരങ്ങളും കൃപകളും ഈ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുവാൻ യേശുക്രിസ്തു രാജാവാണെന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ? ജയ് ജയ് ക്രിസ്തുരാജൻ, ജയ് ജയ് ക്രിസ്തുരാജൻ. എന്താണ് അതിന്റെ അർത്ഥം? ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം വരണം. യേശുക്രിസ്തുവിന്റെ രാജ്യത്വം സ്നേഹത്തിന്റെ രാജ്യത്വമാണ്, സമാധാനത്തിന്റെ രാജ്യത്വമാണ്, ഐശ്വര്യത്തിന്റെ രാജ്യത്വമാണ്, തോറ്റുകൊടുക്കുന്നതിന്റെ രാജ്യത്വമാണ്, ക്ഷമിക്കുന്നതിന്റെ രാജ്യത്വമാണ്, പരസ്പരം പങ്കുവെക്കലിന്റെ രാജ്യത്വമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും തോറ്റുകൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും അവർ തയ്യാറാകും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ നാടിന്, ഈ ലോകത്തിന് സമാധാനം കൈവരട്ടെ. ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ സമാധാനവും ഐശ്വര്യവും ഈ ലോകത്തിന് ലഭിക്കണമെങ്കിൽ എല്ലാവരും യേശുക്രിസ്തുവിനെ തിരിച്ചറിയണം. യേശുക്രിസ്തു എന്ന രാജാവിനെ തിരിച്ചറിയുകയും അവനുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നാം സ്ഥാപിക്കുകയും വേണം. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ നമ്മളിലൂടെ
യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, ആ ദൈവരാജ്യം ഈ ലോകത്ത് സാക്ഷാത്കരിക്കപ്പെടും. അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുവാനുള്ള വലിയ ഒരു ദൈവവിളിയാണ് നമുക്കേവർക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്തു രാജ്യത്വ തിരുനാളിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ക്രിസ്തു രാജാവിൻ്റെ കാൽ കീഴിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ക്രിസ്തു രാജാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാജാവായി, ഞങ്ങളുടെ നാടിൻ്റെ രാജാവായി, ഞങ്ങളുടെ ദേശത്തിൻ്റെ രാജാവായി അവിടുന്ന് വാഴണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ രാജ്യത്വത്തിൻ്റെ അധികാര ശക്തിയാൽ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. വരും തലമുറകളെ, യുവജനങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, തിന്മകളിൽ നിന്നും ക്രിസ്തു രാജാവ് നിങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനായി, പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളെ ചൊല്ലിടുകിൽ, ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും, കൺമണിയായി കാത്തിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. സ്നേഹം മാത്രം പകർന്നിടാൻ ജീവൻ പോലും നൽകിടും, ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ വന്നിടും. സക്കേവൂസിനെ പോലെ നീ ഈശോനാഥനിൽ